അവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി രീതിയിലുള്ള ചീരത്തോരനാണ്. ചീരത്തോരനൊന്നും ഇഷ്ടമില്ലാത്ത ആളുകൾ പോലും നല്ലതായിട്ട് കഴിക്കും. കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും അവർക്കും ഇഷ്ടത്തോടെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ചീരത്തോരനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല നാടൻ ചീര കിട്ടിയപ്പം ഞാനത് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇവിടെ. അപ്പം ഇനി ഇത് നമ്മൾ ഇലകളും കട്ടി കുറഞ്ഞ തണ്ടും കൂടി എടുത്ത് വൃത്തിയാക്കി കഴുകി അരിഞ്ഞ് എടുത്ത് വെക്കുക. അപ്പം ഞാനിവിടെ ഓൾറെഡി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചീരയും ഒരു സവാളയുടെ പകുതിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് ആവശ്യമുള്ളത് കിഴങ്ങാണ്. ഒരു വലിയ കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി ഇതേപോലെ ചെറിയ പീസാക്കി ഞാൻ കട്ട് ചെയ്ത് അരിഞ്ഞു. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. അല്പം എണ്ണയും ഒഴിച്ചു, വെള്ളം ഒഴിച്ചിട്ടില്ല ഞാൻ. ഇതിനി ആവിയിൽ വെച്ചാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒത്തിരി വേണ്ട, ആവശ്യത്തിന് ഒരു കുഞ്ഞ് 1/2 ടീസ്പൂൺ എല്ലാം മതി. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇത്രയും മഞ്ഞൾപ്പൊടിയാണ് ഇതിനകത്ത് ഇടുന്നത്. മഞ്ഞൾപ്പൊടി ഇച്ചിരി ഇട്ടൊന്ന് കൂടിപ്പോയി എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, കാരണം മഞ്ഞൾ നല്ലതാണല്ലോ. അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ ഒത്തിരി അങ്ങ് ഇടരുത്, പിന്നെ മഞ്ഞളുടെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കും. അപ്പം ഇതിനകത്തേക്ക് ഇടുക. ഇതിനകത്തേക്ക് അല്പം ഉപ്പും കൂടെ ചേർക്കുക. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അടച്ച് വെച്ച് വേണം ഫ്രൈ ചെയ്യാൻ, ആവിയിലിരുന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിൻ്റെ വെന്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഓഫാക്കി. അപ്പം നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വരുന്നുണ്ട്. അപ്പം ഈ മഞ്ഞൾപ്പൊടി എടുത്തിരിക്കുന്ന ഏതളവിലാന്ന് കാണിച്ചു തരാം. മഞ്ഞൾപ്പൊടി ഈ കുഞ്ഞു സ്പൂണിനകത്ത് ഇത്രയും മഞ്ഞൾപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് നല്ല നാടൻ മഞ്ഞൾ, നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുത്ത നല്ല മഞ്ഞളാണ്. അതുപോലെ തന്നെ മുളക് പൊടി മില്ലിൽ നിന്ന് മേടിക്കുന്നതാണ്, അല്ലാതെ പാക്കറ്റ് അങ്ങനെ മേടിക്കാറില്ല ഇവിടെ. മില്ലിൽ നമ്മളൊക്കെ അറിയാവുന്നതായതുകൊണ്ട് നല്ല നാടൻ സാധനം തന്നെ കിട്ടും. അപ്പം അതുകൊണ്ട് മുളക് പൊടി ഇത്രയും മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും ഇത് രണ്ടും മാത്രം ചേർത്ത് ചതച്ച് വെച്ചേക്കുന്നത്. ഇനി വെളുത്തുള്ളി ഉപയോഗിക്കുന്നവർക്ക് ഈ സമയത്ത് ഇതിൻ്റെ കൂടെ 1-2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല. അപ്പം ഇത്രയും മാത്രമാണ് ചേർത്തിരിക്കുന്നത്. 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി അത് അവിടെ നിന്ന് പൊട്ടട്ടെ. എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും സവാളയും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ചീരയും സവാളയും കൂടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ ഇതിലേക്ക് ചേർക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. കാരണം ചീരയല്ലേ, ഇലയല്ലേ, എന്തെങ്കിലും വിഷത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഒരല്പം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തു. ഇപ്പം നമ്മൾ തേങ്ങയുടെ കൂടെ ചേർത്തിട്ടുണ്ട് ഓൾറെഡി. പിന്നെ അതുകൂടെ കിഴങ്ങ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ, അതിലും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വേറെ പ്രത്യേകിച്ച് ഞാൻ ചേർക്കുന്നെങ്കിൽ ഇത്രയും മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. എന്നിട്ട് ഇത് നമ്മൾ അടച്ച് വെച്ച് ഇതൊന്ന് ആവി കയറാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. കാരണം ഇതൊന്ന് വേഗണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപ്പ് ചേർത്തിട്ടില്ലേ, ചീരയിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പം ഇതൊന്ന് ആവി കയറാൻ വേണ്ടിയിട്ട് ഞാൻ അടച്ച് വെക്കുകയാണ്. അതിന് ശേഷമേ ഞാൻ ഉപ്പ് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ അടച്ചു വെച്ചു. ഫ്രൈ ചെയ്തത് ഇവിടെ ഇരിപ്പുണ്ട്, തേങ്ങായും ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ബാക്കി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ്, കാരണം ഞാൻ ചീര അരിഞ്ഞ് അതൊന്ന് ആവി കയറി കഴിയുമ്പോൾ അതങ്ങ് കുറച്ചുകൂടി ഒന്ന് കുറവായിരിക്കും അല്ലേ, നമ്മൾ അരിഞ്ഞ് വരുന്ന പോലെ അത്രയും കാണില്ല. അതുകൊണ്ടാണ് ഞാൻ ആവി കയറിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ചീരയ്ക്ക് ആവശ്യമുള്ള ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, കാരണം കിഴങ്ങിനകത്ത് ഓൾറെഡി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചീരയ്ക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഇത്രയും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാൻ വേറെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. കിഴങ്ങിനകത്ത് ഓൾറെഡി ഒരു മുളക് ഇട്ടിട്ടുണ്ട്, ഒരു പച്ചമുളകും ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. അപ്പം ഇത് ഇവിടെ വേഗട്ടെ. ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം. നമുക്ക് ആ ഉപ്പിൻ്റെ ഒന്ന് പിടിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. കണ്ടോ, ആ ചീരയിലെ വെള്ളം എല്ലാം ഇറങ്ങി വരുന്നതുണ്ടോ നിങ്ങൾ? അതിനകത്ത് ഞാൻ ഒരു തുള്ളി വെള്ളം പോലും വേറെ ഒഴിച്ചിട്ടില്ല. അപ്പം ഈ സമയത്ത് നമുക്ക് ഇതിനകത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ കിഴങ്ങ് ചേർത്ത് കൊടുക്കാം.
ഞാൻ ഒരു വലിയ കിഴങ്ങും ഒരു സവാളയുടെ പകുതിയും ഒരു പച്ചമുളകും കൂടെയാണ് ചേർത്തത്. പിന്നെ മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കാരണം കളറിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ലേശം മുളക് പൊടി ഇട്ടിട്ടുണ്ട്, എരിവില്ലാത്തത്. അപ്പോൾ ഇനി ഞാനിത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ചീരയുടെ അകത്തേക്ക് ഇട്ടു കിഴങ്ങ്. എന്നിട്ട് എന്ത് ചെയ്യണം, ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ചീരത്തോരൻ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്ക് പലർക്കും ഇത് കഴിക്കുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടാകില്ല. അപ്പം അത് കാരണമാണ് അത് നമുക്ക് എങ്ങനെയെങ്കിലും ചെല്ലണമല്ലോ ഇതിൻ്റെ ഗുണങ്ങൾ ശരീരത്തിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു മെത്തേഡ് കൂടെ യൂസ് ചെയ്തപ്പം എല്ലാവരും കഴിക്കുന്നുണ്ടെന്ന് കണ്ടതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. അപ്പം കിഴങ്ങ് ഓൾറെഡി നമ്മൾ കിഴങ്ങ് ഫ്രൈ ചെയ്ത് വെച്ച കിഴങ്ങാണ്. അപ്പം അത് ഞാൻ ഇതിനകത്തേക്ക് ചീര ഒന്ന് അമങ്ങി അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങുന്ന ആ ഒരു പരുവത്തിന് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്ത് ഇതൊന്ന് അടച്ച് വെച്ച് അവിടെ ഇരുന്ന് വേഗട്ടെ. ഇനി ഒത്തിരി ഇളക്കരുത്, കാരണം ആ കിഴങ്ങ് ഉടഞ്ഞു പോവേ. അതുകൊണ്ട് ഒത്തിരി ഇളക്കി കൊടുക്കരുത്. ജസ്റ്റ് അതിനകത്ത് ഇടുക, എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക, അടച്ച് വെക്കുക. തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ആ ഇട്ട കിഴങ്ങൊക്കെ അതിൻ്റെ കളറൊക്കെ മാറി. ചീരയുടെ നല്ല ചിലപ്പം ചീര മേടിച്ച് കഴിയുമ്പോൾ നമ്മളിതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഈ ചീരയ്ക്ക് വലിയ കളറൊന്നും വ്യത്യാസം വരില്ല. ആ കിഴങ്ങ് അതുപോലെ തന്നെ കിടക്കും. എന്നാൽ ഈ ചീര നല്ല ചീരയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ കളറൊക്കെ നന്നായിട്ട് നമുക്ക് ആ കിഴങ്ങിലും പിടിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. ചതച്ച് വെച്ചേക്കുന്ന മഞ്ഞളും മുളകും മാത്രമാണ് ഞാനിവിടെ ചതച്ചേക്കുന്നത് തേങ്ങയുടെ ഒപ്പം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം, പക്ഷേ നമ്മളിവിടെ ചേർത്തിട്ടില്ല. അപ്പം ഇത് ഇത്രയും മാത്രം. വെളുത്തുള്ളി ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് അതും കൂടെ ചേർത്ത് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പം ഞാനിപ്പം ഇതിനകത്ത് ഇപ്പോൾ ഇത്രയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അവിടെ തോരന് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇനി വെള്ളം മുഴുവൻ വറ്റണം. അതിന് വേണ്ടിയിട്ട്, അതായത് ആവി വെള്ളമാണ്, അല്ലാതെ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഇതിനകത്ത് ഒഴിച്ചിട്ടില്ല. ചീരയിലുള്ള വെള്ളവും എല്ലാം കൂടെ ഇറങ്ങിയതാണ്. അപ്പം ഇതൊന്ന് നിരത്തി ഇട്ട് കൊടുക്കുക. അപ്പോൾ ചീര പെട്ടെന്ന് കട്ടിയുള്ള ചീര ഇലയാക്കി, കട്ടിയില്ലാത്തല്ലേ, വളരെ കുറവാണ് കട്ടികൾ. പലതരത്തിലുള്ള ചീരകളുണ്ട്, ഇലകളും വ്യത്യാസമായിരിക്കും, അതിൻ്റെ കട്ടിയും വ്യത്യാസമായിരിക്കും. പക്ഷേ ഇവിടെ ഈ നമ്മൾ സാധാരണ എടുക്കുന്ന നാടൻ ചീര പെട്ടെന്ന് വേകുന്നതാണ്. അപ്പം അത് ഈ ഒരു വെള്ളം മതി, ഇതിനകത്തുള്ള വെള്ളത്തിൽ തന്നെ അത് വെന്തോളും. അപ്പം നമ്മൾ നിരത്തി ഇട്ട് കൊടുക്കുക. നിരത്തിയിട്ട് അതൊന്ന് വെള്ളം വറ്റാനായിട്ട് അനുവദിച്ചു കൊടുക്കുക. ഇപ്പോഴും ഫ്ലെയിം കുറച്ചാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പം അടുക്കി പിടിക്കാതിരിക്കാൻ നമ്മൾ ഫ്ലെയിം കുറച്ചാണ് ഇട്ടേക്കുന്നത്. അത് നിരത്തിയിട്ട് കൊടുത്ത് ഇതൊന്ന് തോർത്തി എടുക്കുക. അങ്ങനെ നമ്മുടെ ചീരത്തോരൻ ഈ തോർത്തി എടുക്കുന്നതോടെ ഇവിടെ കംപ്ലീറ്റ് ആകും. അപ്പം നമുക്കൊന്ന് തോർത്തി എടുക്കാം. ഇത് എന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫാക്കി. ഇത് നിരത്തുന്ന തന്നെ കിടന്നോട്ടെ, ഇടയ്ക്കൊന്ന് നിരത്തി കൊടുത്താൽ മതി. അങ്ങനെ ഇത് മൺചട്ടി ആയതുകൊണ്ട് വെള്ളം ബാക്കി വലിച്ചോളും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുക. ആവി വെള്ളം അതിനകത്ത് വീഴാതെ അടച്ച് വെക്കണ്ട. ഇപ്പം ഇതിൻ്റെ ആ ചൂടൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞിട്ട് അടച്ചു വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ആവി വെള്ളവും ഇതിനകത്ത് വീഴും. അപ്പം അത് കാരണം അതിന് അനുവദിക്കണ്ട. അപ്പം ആ രീതിയിൽ നിങ്ങൾ അടച്ചു വെക്കുക. ഓക്കെ. അപ്പം നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക. ആദ്യമായി കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അപ്പം വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായി വരുന്നതായിരിക്കും. ഏവർക്കും നന്ദി, നമസ്കാരം.